ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പുഷ്പ 2 കണ്ടിരിക്കുകയാണ് ഗായ്സ്. യെസ്, അങ്ങനെ അടുത്ത പാൻ ഇന്ത്യൻ മൂവി ദാ കിടക്കുകയാണ് നമ്മുടെ മുന്നിൽ. അല്ലു അർജുൻ അഥവാ 300 കോടി രൂപ കൈപ്പറ്റിയ ഒരു ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സാലറി മേടിച്ച ഒരാളും കൂടിയാണ് അല്ലു അർജുൻ. ആ പണം മേടിക്കുമ്പോൾ ആ പടവും കൂടെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഞ്ഞ പടം. ഇത് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ പെർഫോമൻസ് ഭയങ്കര ഷോക്ക്. അവിടെ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൊള്ളാം, അല്ലാതെ കിഡിലൻ തകർപ്പൻ. ഇതിന് ഈ പടത്തിനും കൂടെ നാഷണൽ അവാർഡ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു പ്രത്യേക ഒരു സജഷൻ. എന്തായാലും നാഷണൽ അവാർഡ് പോകണം, വെറുതെ ഇരിക്കരുത്, ഇതിനും കൂടെ അവാർഡ് എടുത്ത് കൊടുക്കണം, കിട്ടാതിരിക്കില്ല. പിന്നെ ഫീമെയിൽ ആക്ട്രസിനും രശ്മിയ്ക്ക് എടുത്തു കൊടുക്കണം നാഷണൽ അവാർഡ് രണ്ടാമത്തേൽ. അതുപോലത്തെ തകർപ്പൻ പെർഫോമൻസ് ആണ്. അതിലുപരി മലയാളം ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് രശ്മിയ്ക്ക് ഡബ് ചെയ്ത പുള്ളിക്കാരിയും കൊടുക്കണം ഒരു നാഷണൽ അവാർഡ്. അമ്മാതിരത്തെ ഡബ്ബിംഗ് ആണ്. ഇനി നാഷണൽ അവാർഡിന്റെ കളിയാണല്ലോ അങ്ങോട്ട്. കിട്ടാത്തവർക്കും എന്തിനാണ് വെറുതെ തുറന്നു വെച്ചേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. താഴത്തില്ല, ഇതിങ്ങനെ വന്ന് 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 ഇങ്ങനെ പോവണേ ഈ കൈ എപ്പോഴും. പിന്നെ വേറെ കൂടെ ഉണ്ട് കേട്ടോ, ഇവിടെ മുതലടിയും കൂടെ ഉണ്ട്. അതും കൂടെ അടിക്കുമ്പോൾ കറക്റ്റ് പുഷ്പ സെറ്റാവും. പിന്നെ ഇടയ്ക്ക് വലയും കൂടെ ഇങ്ങനെ കിലുക്കി കഴിഞ്ഞാൽ പുഷ്പ 2 റെഡി. അങ്ങനെ കഥ കുറേ കഴിഞ്ഞ് മുന്നോട്ട് പോകും. ആദ്യം തന്നെ ഒരു ഫൈറ്റ് സീനാണ്. എൻ്റെ അമ്മോ, അവിടെ നമുക്ക് തീരുമാനമാവും എല്ലാം കൈവിട്ട് പോയെന്ന്. ആക്ഷൻ ചെയ്ത് എനിക്ക് തോന്നുന്നു പീറ്റർ ഹിന്നാണ് ആക്ഷൻ എന്നാണ് എൻ്റെ വിശ്വാസം. കയ്യിൽ നിന്ന് പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി, ആക്ഷനൊക്കെ പോയി, ഇൻട്രൊഡക്ഷനൊക്കെ കയ്യിൽ നിന്നേ പോയി. ഓഞ്ഞ ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന പിന്നെയും വേണ്ടൂല എന്ന് പറയാം. പിന്നെ അല്ലു അർജുൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ കൊള്ളാം. ഞാൻ പറഞ്ഞ സംഭവം ആ സാരി എടുത്ത് പറഞ്ഞ ഗെറ്റപ്പിൽ കുറച്ച് സംഭവങ്ങൾ അവിടെ ഇവിടെ കൊള്ളാം. പിന്നെ പെർഫോമൻസിലും ചില സീൻസ് എനിക്ക് പറയാൻ പറ്റില്ല, കുറച്ച് സീൻസ് നമുക്ക് ഓക്കെ, ശരി, കൊള്ളാം. കൈയടിക്കാൻ ഒരു സീൻ പോലും ഈ പടത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് രശ്മിയിലേക്ക് വരാം. എൻ്റെ അമ്മോ, രാഷ്മിക. ഓക്കെ, ഫൈൻ. രാഷ്മികയുടെ പെർഫോമൻസ് ഇമാതിരി ഒരു എക്സ്ട്രാ ഓർഡിനറി. അതിനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് വർക്ക് ചെയ്ത ഒരു നടീനെ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പടത്തിലെ രാഷ്മിക ഇല്ലായിരുന്നെങ്കിൽ പടത്തിൻ്റെ 1% കൊള്ളാമെന്ന് പറയാനുള്ള സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ രാഷ്മിക ഇല്ലായിരുന്നെങ്കിൽ മാതിരി ഓവർ ആക്ടിങ് ആണ്. പച്ചയ്ക്ക് പറയട്ടാ, ഉള്ളതാണ് ഞാൻ പറയണത്. തിയേറ്ററിൽ അവസാനം കൂവി വിട്ട്, രാഷ്മികയെ വരെ കൂവി എറിഞ്ഞു വിട്ട്. ആ ലാസ്റ്റ് ഡയറക്ടർ സുകുമാറിനെ കാണിക്കുന്നവരെ കൂവി എറിഞ്ഞു വിട്ട്. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു തിയേറ്ററിലെ അവസ്ഥ. നമ്മളെല്ലാം തിയേറ്ററിൽ ഇങ്ങനെയാണ് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. അവസാനം ഇമാതിരി ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാസം ആ സംഭവമല്ല, കങ്കുവ സെറ്റപ്പ് അല്ല, ഇതിൽ വേറൊരു പാസം, ഫാമിലിക്കുള്ളൊരു പാസം. അയ്യോ, ഇതാ കിടക്കണ പാസം ഒന്നും ഇതിൽ വർക്കൗട്ട് ആയിട്ടില്ല. ആ ഫാമിലി സെന്റിമെന്റ്സ് ഒന്നും ഒരു മാങ്ങാതൊലി ആയിട്ടില്ല. പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത സാംസിയും തമിഴ് എന്നൊക്കെ പറഞ്ഞു, അതൊന്നും സിനിമയിൽ കണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം. പിന്നെ സോങ്സ്, ദേവിശ്രീ പ്രസാദ്, എൻ്റെ അമ്മോ, എന്ത് പാട്ടാണത്. എല്ലാം അറിയാം പുഷ്പയ്ക്ക്, ചില കാര്യങ്ങൾ അറിയില്ല. അത് അടുത്ത ലൈനിൽ എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, ചില കാര്യങ്ങൾ ഇല്ല. അത് കറക്റ്റാണ്, ചില കാര്യങ്ങളില്ല. അതും കൂടെ പറയുമ്പോൾ ഒരു സീനും കൂടെ ഓർമ്മ. അതിൽ രശ്മികേനെ ആരും തൊടാൻ പാടില്ല കേട്ടോ. രശ്മികേന് ഉമ്മ വയ്ക്കുകയോ തൊടുകയോ ചെയ്താൽ രശ്മിക്ക് ഫീൽ ആവും. അപ്പോൾ തന്നെ രശ്മിക്ക് പരിപാടി നടന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പുഷ്പനെ വച്ചേക്കില്ല. രശ്മികേനെ ഉമ്മ വയ്ക്കുമോ എന്ന് ചെയ്താൽ രശ്മിക്ക് ഫീൽ കയറും. ആ ഫീൽ കയറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഉടനെ പുഷ്പയും കൊണ്ട് റൂമിൽ പോകണം, ഇല്ലെങ്കിൽ കളി കിടക്കൂല. മൊത്തം പരിപാടി അതാണ്. അയ്യോ, അത് കഴിഞ്ഞിട്ട് അതിൽ വേറൊരു കിടിലൻ സീനും കൂടെ ഉണ്ട്, അതും കൂടെ പറയണം. അതായത് മറ്റേ അല്ലു അർജുൻ്റെ മറ്റേ ഇതില്ലേ, അതായത് മരിച്ചുപോയ അച്ഛൻ്റെ രണ്ടാമത്തെ മകനിലുണ്ടായ അവൻ്റെ അടുത്ത് ഒരു പഞ്ച് ഡയലോഗ് അടിക്കും. എൻ്റെ അമ്മോ, അതായത് രശ്മി ഞാൻ തകർത്തങ്ങ് അഭിനയിക്കാണ്, ഞാൻ അങ്ങ് ഹൈ ലെവലിൽ എത്തി എന്നൊക്കെയാണ് രശ്മികയുടെ ചിന്ത എന്ന് പോകുന്നത്. നമുക്ക് നല്ലോണം അറിയാം. എല്ലാം കണ്ട് സീരിയസ് ആയിട്ട്, സ്വാമി ഞാൻ ഇത്രയും പറഞ്ഞോളൂ, സ്വാമി പോവാം. അവിടെ വെച്ചോണ്ടല്ലോ ക്യാമറാമാൻ എങ്ങനെ ക്യാമറാമാനൊക്കെ സമ്മതിക്കണം, അങ്ങനെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള
സുകുമാരനെ പിന്നെ പറയണ്ട, തല വെട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഡയറക്ടറിനെ ഓൾറെഡി തന്നെ. ആ പുഷ്പ ഫസ്റ്റ് ഒക്കെ എടുത്ത് എന്ത് ക്ലീൻ ആയിരുന്നു, അനാവശ്യമായിട്ടുള്ള ഒരു കത്തിയോ ഒന്നുമില്ല, മാന്യമായിട്ട് എടുത്തിട്ടുണ്ട്. ആ സെക്കൻഡ് മാന്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ ആ പിന്നെയും കൊള്ളാമെന്ന് പറയാമായിരുന്നു, ഒരു വഹയ്ക്കില്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, ഫഹദ് ഫാസിലിനെ പറ്റിയും പറയണം. ഫഹദ് ഫാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ ഫസ്റ്റ് ഹാഫിൽ കൈയടിക്കാൻ കൊള്ള സംഭവം കൊണ്ട് തന്നത് ഫഹദ് ഫാസിലാണ്. ഇൻട്രൊഡക്ഷൻ കൊള്ളായിരുന്നു, ഫഹദ് ഫാസിലിൻ്റെ കുറച്ച് സീൻസ് കൈയടിക്കാൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഫഹദ് ഫാസിലിനെ പട്ടിയാക്കി, സീരിയസ്ലി ഞാൻ പറഞ്ഞാൽ ഫഹദ് ഫാസിലിനെ വെറും പട്ടിയായി കളഞ്ഞു. ഫഹദ് ഫാസിലിനെ തോൽപ്പിക്കാൻ പറ്റൂല എന്ന് ഫഹദ് ഫാസിലിനെ നിരീച്ച് അവസാനം അത് എന്തിനങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ലു അർജുൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഹീറോനെ ടച്ച് പണ്ണതേ മുടിയാതെ ലെവലിലേക്ക് ഒരു വില്ലൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വില്ലനെ ഇങ്ങനെ ആക്കി നശിപ്പിച്ചതിന് ഒരുപാട് വിഷമമുണ്ട്. അത് എന്ത് മാങ്ങാത്തൊലിക്കാണ് അങ്ങനെ ചെയ്യുന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഫഹദ് ഫാസിലിനൊക്കെ ഫസ്റ്റ് സൂപ്പറായിരുന്നു. ഫഹദ് ഫാസിലിൻ്റെ റോള് ഫഹദ് ഫാസിൽ കിഡിലാൻ ചെയ്തിട്ടുണ്ട്, ബോഡി ലാംഗ്വേജ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ അവസാനം തേർഡ് പാർട്ട് വരുന്നുണ്ട്, ദേവർകൊണ്ട വരും എന്നൊക്കെ കുറേ പേര് പ്രതീക്ഷിച്ചു. ദേവർകൊണ്ടൊന്നും കാണിച്ചിട്ടില്ല. മറ്റേ ഇതിൽ ഒരു ഫൈറ്റ് സീൻ കൂടെ ഉണ്ട് കേട്ടോ. ആ ലാസ്റ്റ് ഇവൻ്റെ അനിയത്തെ തട്ടിക്കൊണ്ട് പോകും, അതായത് മറ്റേ രണ്ടാമത്തെ മകനിലുണ്ടായ അനിയത്തിനെ തട്ടിക്കൊണ്ട് പോകും. തട്ടിക്കൊണ്ട് പോകാൻ നേരത്ത് പുഷ്പേനെ നേരിട്ട് പറഞ്ഞു 10 കോടി രൂപയും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പുഷ്പ ഹെലികോപ്റ്ററിലൊക്കെ പോയി 10 കോടി എറിഞ്ഞു കൊടുക്കും, നേരെ പോവും. അങ്ങനെ മറ്റേ ആദ്യത്തെ ഒരു നീല സാരി, നിങ്ങൾ ടേസിൽ കണ്ടിട്ടുണ്ടല്ലോ, സാരിയെ കൂടുതലുള്ള കോസ്റ്റ്യൂം അടിക്കണം, അത് ഇവന്മാരെ അടിക്കണമാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് യവന്മാരെ തിരിച്ചടിക്കാനായിട്ട് ഇങ്ങനെ അനീത തട്ടിക്കൊണ്ട് പോയി പുഷ്പൻ ആ രൂപത്തിൽ കെട്ടണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പെണ്ണിന്റെ രൂപത്തിൽ രണ്ടാമത് കെട്ടിച്ചിട്ട് കുറേ അടിയുണ്ട്, കൈയും കാലൊക്കെ കെട്ടിരിക്കുകയാണ്. പുഷ്പ പാമ്പ് പോലും സഹിക്കൂല, ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം. കൈയും കാലും കെട്ടിയിരുന്ന ഏറി നിന്ന് അടിക്കുന്നു, അവൻ കടിച്ചൊക്കെയാണ്, കടിച്ച് കൈയൊക്കെ ഓടിക്കണ്, ബോൺസൊക്കെ ക്രഷ് ചെയ്യണ്. അയ്യോ, ഇത് എങ്ങനെ സാധിക്കുന്നു ഞാനാണ്, എങ്ങനെ സാധിക്കുന്നു? ആ ഫസ്റ്റിന്റെ എല്ലാം പോയി, ഇനി തേർഡും കൂടെ ഇറക്കി നശിപ്പിച്ചാൽ മതി. ഇത് ഭയങ്കര നഷ്ടം തന്നെയാണ്. പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, വിധി എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റൂല. അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരുപാട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സിനിമയിൽ തന്നെ വച്ചിട്ടുണ്ട്. അല്ലു അർജുനും രാഷ്മികയും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. താഴത്തില്ലടാ പോട്ടെ.